ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനഭാഗം മത്തായി സുവിശേഷം 15-ാം അധ്യായം 29 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷത്തിന്റെ പശ്ചാത്തലം യേശുവിന്റെ ശുശ്രൂഷയിലെ 2 പ്രധാന വഴികളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള ദയയും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലും. 4 ചെറിയ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ദൈവത്തിന്റെ കരുണയുടെ പ്രതീകമായി മാറുന്ന ഈശോ. ഈ ഭാഗം യേശുവിന്റെ കരുണയെ ഏറ്റവും കൂടുതലായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ രോഗികളെയും അവന്റെ അടുത്തുകൊണ്ട് വന്നപ്പോൾ ആരെയും അവൻ ഉപേക്ഷിച്ചില്ല. യേശു എല്ലാവർക്കും സൗഖ്യം പകർന്നതിലൂടെ ദൈവത്തിന്റെ നിത്യമായ കരുണയെ അവിടെ പ്രകടമാക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഓർക്കുക, ദൈവത്തെ കർമ്മകാരണങ്ങൾക്കായി മാത്രം വിളിച്ചു പേരിടുന്ന ഒരാളായി കാണാതെ സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു പിതാവ് കണക്ക് കാണുവാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കട്ടെ. രണ്ടാമത്, രോഗശാന്തി ദൈവരാജ്യത്തിന് ലക്ഷ്യം വെക്കുന്നു. വിവിധ രോഗങ്ങളിൽ നിന്നും ആളുകൾ സൗഖ്യം പ്രാപിച്ചത് അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അതോടൊപ്പം ദൈവരാജ്യത്തിലും. ദൈവരാജ്യത്തിൽ ആരും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഇത് നമുക്ക് ആത്മീയ പ്രചോദനം നൽകുന്നു. മൂന്നാമതായി, ചെറിയ വിഭവങ്ങളിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന തമ്പുരാൻ. 7 അപ്പവും ചെറിയ മീനുകളും എന്നിവയിലൂടെ 4000 പേർക്ക് ഭക്ഷണം നൽകി. ഇവിടെ ചെറിയതായി തോന്നുന്ന ഒരു വിഭവവും ദൈവത്തിന്റെ അനുഗ്രഹത്തിലൂടെ വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നു. അതിനാൽ മനുഷ്യൻ ദൈവത്തിന്റെ കയ്യിൽ വിശ്വാസം വെച്ചുകൊണ്ട് സ്വന്തം ബലഹീനതകൾ വലിയ ഒരു അനുഗ്രഹങ്ങളായി മാറ്റുവാൻ പരിശ്രമിക്കണം. നാലാമതായി, പങ്കുവെക്കുവാനുള്ള വിളി. ദൈവം നമ്മിൽ നൽകിയ അനുഗ്രഹങ്ങളെ പങ്കുവെക്കുക. വിഭവങ്ങൾ എത്ര ചെറുതായാലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് മറ്റുള്ളവർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് നമ്മോട് തന്നെ ചില ആത്മീയ ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചെറിയ അനുഗ്രഹങ്ങളെ എങ്ങനെ നാം തിരിച്ചറിയുന്നു? 2, മറ്റുള്ളവരുടെ കഷ്ടതകളോട് നാം എത്രത്തോളം കരുണ കാണിക്കുന്നു? 3, ദൈവം പറഞ്ഞിരിക്കുന്ന വിശ്വാസ ജീവിതമാണോ നമ്മൾ എല്ലാവരും നയിക്കുന്നത്? അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ അനന്തമായ വിശ്വാസം പുലർത്താനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാനും പ്രേരിപ്പിക്കുക തന്നെ ചെയ്യണം. മറ്റുള്ളവരുടെ കഷ്ടതയോട് കരുണയോടെ സമീപിച്ച് ദൈവകരുണയുടെ ഒരു കൈത്തണ്ടായി മാറുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലുടനീളം പിന്തുടരേണ്ട ആഹ്വാനമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, കരുണ കാണിക്കുക, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.